28 January shift 1 question number 4. Question എടുത്തിരിക്കുന്നത് ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഫീനോൾസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ്. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും NaOH-ഉമായിട്ടും 120 ഡിഗ്രി സെൽഷ്യസിൽ ഹൈ പ്രഷറിൽ ട്രീറ്റ് ചെയ്യുന്നു. ഫോളോഡ് ബൈ ആസിഡ് ഹൈഡ്രോളിസിസ് Y ആയിട്ട് മാറുന്നു. എക്സിന്റെ ചില ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ, മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ, വേപ്പർ ഡെൻസിറ്റി 47. വേപ്പർ ഡെൻസിറ്റി 47 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മോളിക്കുലാർ മാസ് എത്രയാണെന്ന് കിട്ടും. എത്രയാ? മോളിക്കുലാർ മാസ് ഇസ് 47 into 2, so it is 94. അപ്പൊ എക്സിന്റെ മോളിക്കുലാർ മാസ് 94 ആണെന്ന് കിട്ടി. ഇനി പറയുന്ന കാര്യങ്ങൾ തന്നിരിക്കുന്നതിലെ കോമ്പൗണ്ട് Y develops a characteristic color with neutral ferric chloride solution. അതിലുണ്ട് ഇത് ഏത് റിയാക്ഷൻ ആണെന്ന്. കാരണം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ കിട്ടണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എ ഫീനോൾ ഓർ എ ഫീനോൾ ഡെറിവേറ്റീവ്. ഒന്നുകിൽ Y എന്ന് പറയുന്നത് ഫീനോൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഫീനോൾ ഡെറിവേറ്റീവ് ആയിരിക്കണം. മനസ്സിലായോ? യെസ്. അപ്പൊ ഇത്രയും കണ്ടു കഴിയുമ്പോൾ ഫീനോളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ റിയാക്ഷൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഫീനോൾ ആണ് ഇതിലുള്ള ഒരാൾ എന്ന് മനസ്സിലാകുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് ഈ റിയേജന്റുകൾ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ദിസ് ഇസ് കോൾബ് റിയാക്ഷൻ. ഇത് കോൾബ് റിയാക്ഷൻ ആകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. കോൾബ് റിയാക്ഷൻ എന്താ കോൾബ് റിയാക്ഷനിൽ പറയുന്നേ? ഫീനോളിനെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഫീനോൾ ആയിരിക്കണം. ഫീനോളിനെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും NaOH-ഉമായിട്ടും ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ട്രീറ്റ് ചെയ്ത് ആസിഡ് ഹൈഡ്രോളിസിസ് കൂടി നടത്തി കഴിഞ്ഞാൽ അതെന്തായി മാറണം? ഫീനോള് സാലിസിലിക് ആസിഡ് ആയിട്ട് മാറണം. ദിസ് ഇസ് കോൾബ് റിയാക്ഷൻ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഫീനോൾ തന്നെയാണോ എന്ന് കൺഫേം ആക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഫീനോളിന്റെ പെർസെന്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബണും ഹൈഡ്രജനും നമുക്കൊന്ന് നോക്കാം. ഫീനോളിന്റെ മോളിക്കുലാർ ഫോമിൽ എന്താ? C6H6O ആണ്. അപ്പൊ അതിൽ പെർസെന്റേജ് ഓഫ് കാർബൺ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കാർബൺ ഇസ് 6 into അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഇസ് 12 by മോളാർ മാസ് ഓഫ് ഫീനോൾ ഇസ് 94. കറക്റ്റാ? ഫീനോളിന്റെ മോളാർ മാസ് 94 into 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇവർ പറയുന്ന പോലെ 76.6 തന്നെയാണ് കിട്ടുന്നത്. റെഡി? ഇനി വേണമെങ്കിൽ നമുക്ക് പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ കൂടി ഒന്ന് കൺഫേം ആക്കാം. 6 ഹൈഡ്രജൻസ് അതേ. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇസ് 1 by മോളിക്കുലാർ മാസ് ഓഫ് ഫീനോൾ ഇസ് 94 into 100 ചെയ്താൽ 6.38 തന്നെയാണ് കിട്ടുക. സോ എക്സ് എന്ന് പറയുന്നത് ഫീനോൾ ആണ് എന്ന് കൺഫേം ആയി. റിയാക്ഷൻ കോൾബ് റിയാക്ഷൻ തന്നെയാണെന്ന് മനസ്സിലായി. Y എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണെന്ന് മനസ്സിലായി. ഇനി ചോദ്യം, ഈ Y എന്ന് പറയുന്ന കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, ബോത്ത് കോമ്പൗണ്ട് എക്സ് ആൻഡ് Y വിൽ ഡിസോൾവ് ഇൻ NaOH. കറക്റ്റാ? കാരണം ഫീനോളും കാർബോക്സിലിക് ആസിഡുകളും, അതിപ്പോ സാലിസിലിക് ആസിഡ് ആണെന്നല്ല, ഏത് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലും ഫീനോൾ ആണെങ്കിലും ദേ ഡിസോൾവ് ഇൻ NaOH. NaOH ഡിസോൾവ് ചെയ്യും. കറക്റ്റാ? ആൻഡ് കോമ്പൗണ്ട് Y വിൽ ഡിസോൾവ് ഇൻ സോഡിയം ബൈകാർബണേറ്റ് ഇവോൾവിംഗ് എ ഗ്യാസ്. കറക്റ്റാ? കാരണം Y ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്, സാലിസിലിക് ആസിഡ് ഒരു കാർബോക്സിലിക് ആസിഡാ. ഫീനോൾ ഒരിക്കലും സോഡിയം ബൈകാർബണേറ്റിൽ എന്ത് ചെയ്യില്ല? ഡിസോൾവ് ചെയ്യില്ല. കാർബോക്സിലിക് ആസിഡുകളെല്ലാം സോഡിയം ബൈകാർബണേറ്റ് ഡിസോൾവ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ പുറത്തുവിടുകയും ചെയ്യും. ആൻഡ് ബ്രിസ്ക് എഫർവെസൻസ്. ഓർക്കുന്നുണ്ടോ? യെസ്. കോമ്പൗണ്ട് എക്സ് ഇസ് മോർ അസിഡിക് ദാൻ കോമ്പൗണ്ട് Y ഇസ് റോങ്. ഫീനോള് സാലിസിലിക് ആസിഡിനേക്കാൾ അസിഡിക് ആണ്. തെറ്റ്. കാരണം സാലിസിലിക് ആസിഡ് ആണ് മോർ അസിഡിക് ബിക്കോസ് ഇറ്റ് ഹാസ് എ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ. ബോത്ത് കോമ്പൗണ്ട് എക്സ് ആൻഡ് Y വിൽ ബേൺ വിത്ത് സ്യൂട്ടി ഫ്ലെയിം. കറക്റ്റാ? കാരണം രണ്ടുപേരും അരോമാറ്റിക് ആണ്. രണ്ടുപേരും അരോമാറ്റിക് ആണെങ്കിൽ രണ്ടുപേരും ബേൺ ചെയ്യുന്ന സമയത്ത് ഒരു സൂട്ടി ഫ്ലെയിം ആയിരിക്കും ഉണ്ടാവുക. കറക്റ്റ് ആണോ? ആൻഡ് ദെർഫോർ ഇൻകറക്റ്റ് വൺ ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഈസ് ദ ഇൻകറക്റ്റ് വൺ. നല്ല ചോദ്യമാണ്.